അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, വഅൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരണി, അന്ന ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു ഖാൽ, ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ ഹുവ യഖറഉ മിനൽ ലൈലി സൂറത്തുൽ ബഖറ. ഉസൈദ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ, ഫറസുഹു മർബൂതത്തുൻ ഇൻദഹു, ഉസൈദ് റളിയല്ലാഹു അൻഹു തൻ്റെ കുതിരയെ തൻ്റെ സമീപത്ത് ബന്ധിച്ചിരിക്കുകയാണ്, അഥവാ കെട്ടിയിട്ടിരിക്കുകയാണ്. തൻ്റെ കുതിരയെ തൻ്റെ സമീപത്ത് കെട്ടിയിട്ടുകൊണ്ട് ഉസൈദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറ സൂറ പാരായണം ചെയ്യുകയാണ്. ഇത് ജാലത്തിൽ ഫറസു, അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ ശബ്ദം കേട്ടിട്ട് കുതിര കറങ്ങാൻ തുടങ്ങി. ഫസക്കത്ത, അങ്ങനെ ഉസൈദ് റളിയല്ലാഹു അൻഹു ഓത്ത് നിർത്തി. ഫസക്കരത്ത്, അതോടെ കുതിരയുടെ കറക്കവും നിന്നു. ഫഖറഅ, അങ്ങനെ വീണ്ടും ഉസൈദ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. ഫജാലത്ത്, അങ്ങനെ വീണ്ടും കുതിര കറങ്ങാൻ തുടങ്ങി. ഫസക്കത്ത, അങ്ങനെ അദ്ദേഹം ഓത്ത് നിർത്തി. ഫസക്കനത്ത്, അങ്ങനെ കുതിരയുടെ കറക്കവും നിന്നു. സുമ്മ ഖറഅ, വീണ്ടും അദ്ദേഹം ഓതുകയാണ്. ഫജാലത്തിൽ ഫർസു, അങ്ങനെ കുതിര കറങ്ങാൻ തുടങ്ങി. ഫൻസറഫ, അങ്ങനെ അദ്ദേഹം ഓത്ത് നിർത്തി പിരിഞ്ഞുപോയി. വക്കാന ഇബ്നുഹു യഹ്യ ഖരീബ മിൻഹ, ആ കുതിരയുടെ അടുത്ത് തൻ്റെ മകനായ യഹ്യ എന്ന കുട്ടിയുണ്ടായിരുന്നു. ഫഅഷ്ഫഖ അൻ തുസീബഹു, ആ കുതിര ആ കുട്ടിയെ ഉപദ്രവിച്ചു കളയുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. വലമ്മ അഖറഹു, അങ്ങനെ ആ കുട്ടിയെ കുതിരയുടെ അടുത്ത് നിന്ന് എടുത്തു മാറ്റിയപ്പോൾ, റഫഅ റഅസഹു, അദ്ദേഹത്തിൻ്റെ തലയെ അദ്ദേഹം ഉയർത്തി രസമായി ആകാശത്തിലേക്ക്. ഫൈദാ മിസ്ലുല്ല, അപ്പോൾ കുട പോലെയുള്ള ഒരു വസ്തു ആകാശത്ത് അദ്ദേഹം കണ്ടു. ഫിഹ അംസാലുൽ മസാബിഹി, വിളക്കുകൾ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ കുറേ വസ്തുക്കളും അതിൽ അദ്ദേഹം കണ്ടു. ഫലമ്മ അസ്ബഹ, അങ്ങനെ നേരം പുലർന്നപ്പോൾ, ഹദ്ദസൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസൈദ് റളിയല്ലാഹു അൻഹു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഖ്റ ഇബ്നു ഹുളൈർ, ഇബ്നു ഹുളൈറെ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഇഖ്റ ഇബ്നു ഹുളൈർ, ഇബ്നു ഹുളൈറെ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അഥവാ ഖുർആൻ പാരായണം നിങ്ങൾ നിർത്താതെ തുടരണമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖാല, അപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനങ്ങനെ ഖുർആൻ പാരായണം നിർത്താനുള്ള കാരണം, ഫഅഷ്ഫഖ്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ ഭയപ്പെട്ടു, അൻ തതഅ യഹ്യ, എൻ്റെ മകനായ യഹ്യയെ ആ കുതിര ചവിട്ടിക്കളയുമോ എന്ന്. വകാന മിൻഹാ ഖരീബൻ, ആ കുട്ടി കുതിരയുടെ അടുത്തായിരുന്നു. ഫൻസറത്തു ഇലൈഹി, അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് തിരിഞ്ഞുപോയി. ഫറഫഅതു റഅസി, എൻ്റെ തലയെ ഞാൻ ഉയർത്തിയ രസമായി ആകാശത്തിലേക്ക്. ഫൈദാ മിസ്ലുല്ല, അപ്പോൾ കുട പോലെയുള്ള ഒരു വസ്തു ആകാശത്ത് കണ്ടു. ഫിഹ, അതിലുണ്ട് അംസാൽ മസാബി, വിളക്കുകൾ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ കുറേ വസ്തുക്കളും. ഫഖറജത്തു, അങ്ങനെ ഞാൻ പുറപ്പെട്ടു പോന്നപ്പോൾ, ഹത്താ ലാ അറാഹ, അതിനെ കാണുന്നില്ല. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വതദ്രീ മാ ദാക, അതെന്താണെന്ന് ഉസൈദേ, താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, എനിക്ക് മനസ്സിലായിട്ടില്ല നബിയേ. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ധനത്തിൽ സൗത്തിക്ക, താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ താങ്കളോട് ആ മലക്കുകൾ അടുത്തു വന്നതാണ്. വലോ കറത്ത, താങ്കൾ ഓത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ ലാസ്ബാത്തി അൻദുറുന്നാസു ഇലൈഹ,
ലാ തതവാറാ മിൻഹും, ആ മലക്കുകൾ അവരിൽ നിന്ന് മറഞ്ഞു പോകാതെ തന്നെ പ്രഭാത സമയത്ത് ജനങ്ങൾക്കൊക്കെ ആ മലക്കുകളെ നോക്കിക്കാണാമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ വലിയ സ്വാധീനമാണ് ഈ ഹദീസിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ സഹീഹുൽ ബുഖാരിയുടെ കിതാബ് ഫളായിൽ ഖുർആൻ എന്ന അധ്യായത്തിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവരുടെ സഹീഹ് മുസ്ലിമിൻ്റെ കിതാബ് ഫളായിൽ ഖുർആൻ എന്ന അധ്യായത്തിലും ഈ ഹദീസ് കൊണ്ടുവരുന്നത് കാണാം. വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.